ഗുഡ് മോർണിംഗ്. ഡേ 3. നമ്മൾ ഹൈദരാബാദിൽ നിന്ന് നാഗ്പൂർ ആയിരിക്കും സ്റ്റേ. 7 മണിയായപ്പോൾ തിരിച്ചിട്ടുണ്ട്. റൂം പുറമേ നിന്ന് കണ്ടപ്പോൾ നല്ല ഭംഗിയായിരുന്നു കേട്ടോ. കയറിയപ്പം വെറും കൂറ റൂമായിരുന്നു സത്യം പറഞ്ഞാൽ. ഒട്ടും ബാത്റൂമൊന്നും കണ്ടപ്പോൾ കൊള്ളായിരുന്നു, പക്ഷേ ഒട്ടും നീറ്റ് അല്ലായിരുന്നു. ബെഡ്ഷീറ്റൊക്കെ എനിക്ക് തോന്നുന്നു കഴുകിയിട്ടൊന്നുമില്ല, മടക്കി അതുപോലെ വെച്ചിരുന്നൊക്കെ പോലെ ഒരുമാതിരി സ്മെല്ലും ഒക്കെ ആയിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, റൂം എടുത്ത് പോയല്ലോ. അപ്പോൾ എന്തായാലും നമ്മൾ 7 മണിക്ക് തിരിച്ചിട്ടുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെയൊക്കെ നിറച്ച് കടകളുണ്ട്, അവിടെ കാണുമായിരിക്കും ചിലപ്പം. അല്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് പറഞ്ഞ് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഡേ 3 യാത്ര തിരിക്കാം. വേദക്കുട്ടി ഉറങ്ങണ്ടേ? രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി ഉറങ്ങക്കാം. നമ്മൾ ഹൈദരാബാദിലെ നെഹ്റു ഔട്ടർ റിംഗ് റോഡ് കയറിയിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ റോഡിൽ കൂടെ നമ്മളിപ്പോൾ എത്ര പ്രാവശ്യം പോകണമെന്നോ. ഫസ്റ്റ് ടൈം നമ്മൾ പോകുന്നത് റാമോജി പോകുമ്പോഴാട്ടോ. എന്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു എന്നറിയോ. ഇങ്ങനത്തെ റോഡ് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഇതെത്ര 6 വരിപ്പാത 8 വരിപ്പാത അല്ലേ? അപ്പോൾ ഇത്രയും വലിയ റോഡ് ഇത്രയും സെറ്റപ്പിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇത്രയും സ്റ്റൈലായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നിട്ടോ. ഇപ്പോൾ പോയി വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. എങ്കിലും അത് എടുക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇപ്പം പറയായിരുന്നു അവിടെ നമ്മളെപ്പോഴും കാണിക്കണേ വേണ്ടാന്ന് കരുതി. പക്ഷേ ആ റോഡിൻ്റെ ഭംഗി കണ്ടപ്പോൾ ഒന്ന് നിങ്ങളെ കാണിച്ചു തരാൻ തോന്നി. നമ്മുടെ കേരളത്തിൽ എവിടെയെങ്കിലും ഇങ്ങനെ ഒരു റോഡുണ്ടോ? കമൻറ്റ് ചെയ്യൂ ഗൈസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇവിടുത്തെ നെഹ്റു റിംഗ് റോഡാണ്, ഔട്ടർ റിംഗ് റോഡ് ഹൈദരാബാദിലെ. ഇത് മുംബൈ പോവും, പിന്നെ ഇങ്ങനെ നാഗ്പൂർ, അങ്ങനെ പല റൂട്ടിനിടയ്ക്ക് ഡൈവേർട്ട് ചെയ്ത് പോകും കേട്ടോ. ഇത് അവിടെ മുംബൈ വരെ ഈ റോഡൊന്നല്ല, ഒരു എത്ര കിലോമീറ്റർ? 70 കിലോമീറ്റർ 80 കിലോമീറ്റർ കണ്ട ഈ റോഡാണ്. ഇതാണ് ഈ റൂട്ടൊക്കെ മുംബൈ, നാഗ്പൂർ, പിന്നെ ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും വായിക്കാൻ പറ്റുന്നില്ല. ഓരോരോ എക്സിറ്റിൽ ഇറങ്ങി നമുക്ക് പോകാൻ പറ്റും. ഇത് ടോട്ടൽ 100 കിലോമീറ്റർ ഉണ്ടെന്ന് തോന്നുന്നു. നമ്മൾ ആ ഔട്ടർ റിംഗ് റോഡ് ഇറങ്ങി ആ റോഡ് കയറിയാൽ അത് ഇറങ്ങണ വരെ പച്ച വെള്ളം പോലും കിട്ടൂല കേട്ടോ. ഇന്നലെ വൈകിട്ടൂടെ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഇന്നലെ ആയിട്ട് പഴമൊക്കെ വാങ്ങിച്ച് വെച്ചേക്കുന്നു. വേദയുടെ സീറ്റിലായിപ്പോയി പഴം. ഒരു പഴം താടി എന്ന് 100 വട്ടം വിളിച്ചു. അവളെ സുഖം ഉറക്കാം. ഞാനാണെങ്കിൽ വിശന്ന് കറങ്ങിപ്പോയേട്ടാ. അപ്പോൾ ഇവിടെ ഒരു വെജൊന്നുമല്ല, നോൺ വെജ് ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറിയല്ലേ. ഇഡലി സാമ്പാറൊക്കെ ഉണ്ടെങ്കിൽ കഴിക്കാം. ദോശ ചില പുളിപ്പൊക്കെ ആയിരിക്കും. എന്നെ ഇറക്ക് സാപ്പിടക്ക്. ഓ തമിഴല്ലല്ല, സത്തമ്മ. അല്ല പറയണമെന്ന് മനസ്സിലാവണ്ട. സാധനം മെനു കാർഡ് കൊണ്ടുവന്നു. ഇഡ്ഡലി സാമ്പാർ, സിംഗിൾ ഇഡ്ഡലി സാമ്പാർ, ഗീ കാരം ഇഡ്ഡലി, ഗീ ഇഡ്ഡലി, ബട്ടർ ഇഡ്ഡലി, ഉപ്മാ, ടൊമാറ്റോ ബാത്ത്, വട, അത് തന്നെ പൂരി, ഓണിയൻ ദോശ, വീത് ദോശ, കരം ദോശ, ബട്ടർ ദോശ, പനീർ ദോശ, പൊങ്കൽ. എന്താണ് പറഞ്ഞു എന്തെന്നാണോന്ന്? അത് നിനക്ക് ഇഷ്ടമുള്ള പറ, അതിൻ്റെ പകുതി ഞാൻ കഴിച്ചോളാം. മറ്റേ പൊടി ഇഡ്ഡലിയൊക്കെ ഉണ്ട്, ഏത് വേണം? പനീർ ദോശ വേണോ? ഉണ്ട്. ഞാൻ സിംഗിൾ ഇഡ്ഡലി വാങ്ങിച്ചോളാം. നീ ഏത് ദോശ വേണമെങ്കിൽ പറ. പനീർ ദോശ വേണോ? ഇപ്പത്താ ഇങ്ങോട്ട് കയറിയ തമിഴ്നാട് കഴിഞ്ഞാൽ പിന്നെ ആക്ഷനാണ്. അവൾക്ക് ദോശ വേണം, എനിക്ക് ഇഡ്ഡലി വേണം. ഒരു ദോശ വാങ്ങിച്ചാൽ വേസ്റ്റ് ആവും, അതുകൊണ്ട് പിന്നെ ഇഡ്ഡലി വാങ്ങിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്നതാണ്. ഞാൻ പറയും പനീർ ദോശ വാങ്ങിക്കാമെന്ന്. അത് വേണ്ട അവൾക്ക്. എനിക്ക് വട വേണ്ട. ദോശയിൽ വട വരും. ഒരു പ്ലേറ്റ് എഗ് പ്ലേറ്റ്. വട വേണ്ടേ? ഗീ ഇഡ്ഡലി അത് മതി. നമ്മൾ വട കഴിക്കുമല്ലോ. നല്ല മണം. ഇല്ല, പ്ലേറ്റ് കൊണ്ടുവരട്ടെ. നീ എടുത്ത് കഴിച്ചോ? നല്ല സോഫ്റ്റ് ഇഡ്ഡലി കേട്ടോ.
മധുര സാമ്പാർ അല്ല നല്ല നെയ്യുടെ ഒക്കെ ടേസ്റ്റ്. എഗ് പ്ലേറ്റ് ദോശ. ആ ഓക്കെ. സാമ്പാർ മധുരം, അതാണ് ഇങ്ങോട്ട് വന്നുള്ള പ്രശ്നം. ചട്നി വെച്ച് കഴിക്കാം. ഇഷ്ടപ്പെട്ടില്ലേ? കടലയുടെ ചട്നി ഇതിലാണോ നല്ല ഗീ കിട്ടി. ഇനി മുതൽ ജീവിതം കഞ്ഞിയുമായി. ഇനി ഉച്ച മുതൽ റൊട്ടിയും കറിയും. ഞാനേ വെളുത്തുള്ളി അച്ചാറൊക്കെ കൊണ്ടുവന്നു, അല്ലാതെ അച്ചാറൊന്നും കൊണ്ടുവന്നിട്ടില്ല. ഇനി മുതൽ റൊട്ടി സ്റ്റാർട്ടിങ്. ഞാനേ ഒരു ഇഡ്ഡലിയെ കഴിച്ചോളൂ, ഒരു ഇഡ്ഡലിയും ഒരു ചായയും കുടിച്ചു. അപ്പോൾ ഒരു പഴവും കൂടി അങ്ങ് കഴിക്കാന്ന്. ഇതെന്തോന്നും പഴം? റോബസ്റ്റ ആണെന്ന് തോന്നുന്നു, പക്ഷെ മഞ്ഞ കളറില്ല. നമ്മുടെ ഇവിടെ റോബസ്റ്റ പച്ച കളറില്ലേ, മണം റോബസ്റ്റ. ഒന്ന് വാഷ്റൂമിൽ പോകാനായിട്ട് ഇവിടെ നിർത്തിയേ. നല്ല ചൂടുണ്ട്, എങ്കിലും എനിക്ക് തമിഴ്നാടിൽ നിന്ന് അത്ര ചൂട് ഫീൽ ചെയ്യുന്നില്ല, എങ്കിലും ചൂടുണ്ട്. അപ്പം നമ്മൾ പഞ്ചാബ് ക്യാൻസൽ ചെയ്തു, കാശ്മീർ ഡയറക്റ്റ് പോകാമെന്നാണ് കരുതുന്നത്. എന്നിട്ട് ക്ലൈമറ്റൊക്കെ ഒന്ന് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ തിരിച്ച് വരുമ്പോൾ പഞ്ചാബ് ഇറങ്ങാം എന്നാണ് ഇപ്പോൾ തൽക്കാലം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഭയങ്കര ചൂട്, ആവി. ഇവിടെ ഇപ്പോൾ കാറിൽ 38 ഡിഗ്രി കാണിച്ചു പുറത്തെ ചൂട്. സേലത്ത് 41 ഡിഗ്രി കാണിച്ചു തമിഴ്നാട്, പക്ഷെ അവിടെ ചൂട് കുറച്ച് കൂടുതലായിട്ടെങ്കിലും ഇവിടെയും ചൂടുണ്ട്. ഇങ്കോ ഇന്നലെ വൈകിട്ട് വാങ്ങിച്ചിട്ടുണ്ട്, അത് കൊള്ളില്ല, ഭയങ്കര ഉപ്പല്ലേടാ അത്. വേണ്ട എനിക്ക് വേണമെന്നില്ല, അവിടെ ഇരിക്കുന്നുണ്ടപ്പോൾ കഴിക്കാൻ. അച്ഛനെവിടെയും ഗ്യാസ് ഇടാതെ പോയേക്കണം ഫോൺ ചെയ്യാനായിട്ട്. ഈ തെലങ്കാന സ്റ്റേറ്റ് ആട്ടോ ഇത്. അപ്പോൾ ഇവിടെ ഈ റോഡ് സൈഡിൽ ഫുള്ള് ഇത് ഗോതമ്പാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ അപ്പുറ സൈഡിൽ കൃഷിയുണ്ട് കേട്ടോ. കൃഷി എല്ലാം കൊയ്ത്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റോഡ് സൈഡിലിട്ട് അവർ ഉണക്കാണേ. ഉണക്കി കഴിഞ്ഞത് ചാക്കിനകത്താക്കി കെട്ടി വെച്ചിട്ടുണ്ട്. അയക്കാനായിരിക്കും, വണ്ടിയിൽ കയറ്റി അയക്കാനായിരിക്കും. കുറേ ദൂരം കൊണ്ടേ ഇങ്ങനെ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഞാൻ ഇപ്പോഴാട്ടോ വീഡിയോ എടുത്തത്. നിറയെ ഇത് എന്താണ് ഗോതമ്പും പിന്നെ ചില സ്ഥലങ്ങളിൽ ചോളം ഇങ്ങനെ ഉണക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. ഗോതമ്പും ചോളവും രണ്ട് സൈഡിലുള്ളൂ, ഇപ്പോൾ ഒരു സൈഡിൽ മാത്രമേ കണ്ടുള്ളൂ. നിറയെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഈ ചോളം എല്ലാം കൊയ്ത് കഴിഞ്ഞിട്ട് പാടം അങ്ങനെ വെറുതെ കിടക്കുകയാണ്. ഒരുപാട് പേര് നമ്മുടെ വീഡിയോ കാണുമ്പോൾ പറയും ശ്രീകുട്ടിയുടെ വീഡിയോ വഴി ഇവിടെയൊക്കെ കാണാൻ പറ്റുന്ന വലിയൊരു ഭാഗ്യമാണ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നും കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഞാൻ കാണുന്നത്, നിങ്ങൾക്കൂടെ കാണിച്ചു തരുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയിലൂടെ ഒരുപാട് പേര് സ്ഥലങ്ങൾ കാണുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയൊക്കെ നമുക്ക് പോകുമ്പോൾ കാഴ്ചകൾ കാണാൻ പറ്റും എന്നുള്ളതൊക്കെ അറിയിച്ചു തരുന്നതാട്ടോ. ഇതൊക്കെ ഒരു പ്രത്യേക ഭംഗിയാണ്. നമ്മുടെ നാട്ടിൽ കാണാത്ത പല സാധനങ്ങളും കൃഷികളും കാര്യങ്ങളൊക്കെ ഞാനും വളരെ കൗതുകത്തോടെയാണ് ഓരോന്നും കണ്ടറിയുന്നത്. ഇപ്പം പിന്നെ കുറച്ച് 2-3 പ്രാവശ്യം നമ്മൾ അടുപ്പിച്ചടുപ്പിച്ച് പോകുന്നത് കൊണ്ട് ആ കൗതുകത്തിൽ കുറവുണ്ടെന്നേ ഉള്ളൂ. ആദ്യമൊക്കെ കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം കേരളത്തിലൊന്നും കാണാത്ത കാഴ്ചകളാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്നത്. ഇവിടെ ഉള്ളവർ അങ്ങോട്ട് വരുമ്പോഴും ഇതേ അവസ്ഥയായിരിക്കും. പല കാഴ്ചകളും അവർക്കും പുതുമയായി. നമ്മളിങ്ങനെ പോകുമ്പം ഓരോ സ്റ്റേറ്റിൽ കയറുമ്പോഴും ഓരോ കാഴ്ചകൾ കാണാൻ പറ്റും കേട്ടോ. നമ്മളെ കേരളത്തിലും തോന്നാട്ടോ ഉള്ളത്. കേരളത്തിൽ നെൽകൃഷി, വാഴ, റബ്ബർ. ഇവിടെ ഉള്ളവർ അങ്ങോട്ട് വരുമ്പോൾ റബ്ബർ കണ്ടിട്ടില്ല. ഇവിടെ ഞാൻ റബ്ബർ കണ്ടിട്ടില്ല. പിന്നെ മീൻ കൃഷി. എന്തോന്ന് രണ്ടും കൂടെ ജീവിക്കും. എന്നെ ഭയങ്കര കളിയാക്കലാണ് ഈ അച്ഛനും മോളും കൂടെ. ഞാൻ എൻ്റെ പിള്ളേർ അവിടെ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടായിരുന്നു കേട്ടാ. കഴിഞ്ഞു അപ്പുറത്തുണ്ടാകും. ചായ വേണ്ട ചൂടത്ത്, ജ്യൂസ് കുടിക്കാതെ. പക്ഷെ ഇപ്പൊ ജ്യൂസ് കുടിച്ചു പറഞ്ഞു നോക്കാല്ലേ. ദൂത്ത് നെയ് പൈനാപ്പിൾ മേ മിഷൻ വെച്ച് ഇവിടെ മിക്സി ഗ്രൈൻഡർ. ഞാനും അയാളും കൂടെ പൊട്ടന്മാരെ ഏതോ സിനിമയിലെ കൊച്ചിൻ്റെ നീഫയൊക്കെ സംസാരിക്കുന്നത് പോലെ അയാളൊന്ന് പറയും ഞാനൊന്ന് പറയും. സാധാരണ ഇങ്ങോട്ടൊന്നും വന്ന ജ്യൂസൊന്നും കിട്ടാത്ത. ഓ ഏട്ടാ, സാധാരണ നമ്മൾ വിൻ്ററിൽ വരുമ്പോൾ ജ്യൂസ് ഒന്നും കാണൂല, ചായ മാത്രമേ കാണൂ. എനിക്കൊന്നും സമ്മർ ആയിട്ടായിരിക്കും കേട്ടാ ജ്യൂസ്.
അല്ലെങ്കിൽ ഇവിടെ എങ്ങും ജ്യൂസ് ഇല്ലാത്തൊരു രാജ്യത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ കടയുടെ പേരെന്താണെന്നറിയോ? ശ്രീനിധി. എൻ്റെ പേരെന്തോന്നറിയാമോ? തമിഴ്നാട്ടിൽ ഞാൻ ശ്രീനിധിയാണ്. കേരള കേരള തമിഴാ? എന്നാ ഊര്? നാഗർകോവില. ക്യാ പടറേന്ന്. ഇവിടെ പാലിലാണ് പൈനാപ്പിൾ ജ്യൂസ് അടിക്കുന്നത്. പിരിഞ്ഞു പോകില്ലേ എന്തോ. പാല് അല്ല, വെള്ളം വേണ്ട ഫ്രഷ് ആയിട്ട് അടിക്കാൻ പറയുമ്പോൾ പാലൊഴിച്ച് അടിച്ചു തരാമെന്ന് പറയും. കുടിച്ചിട്ട് പറയാം എങ്ങനെയുണ്ടെന്ന്. തോടാ ദൂത്തെന്ന് പറ. ഒരു വിളക്കെടുത്ത് ഒഴിച്ചാൽ ചിലപ്പോൾ കുടിക്കാൻ പറ്റില്ല. ഓ, ഇത് പഴയ സെറ്റപ്പ് കൂളറാണെന്ന് തോന്നുന്നു. ആ തണുപ്പുണ്ട് കേട്ടാ. ഇത് പഴയ സെറ്റപ്പാണെന്ന് തോന്നുന്നു. മണിക്കൂർ 2 എന്തോന്ന് ചെയ്തോണ്ടിരിക്കണോ. ഒഴിക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂർ 1 ഈ സമയം കൊണ്ട് നമ്മൾ പകുതി സ്ഥലം എത്തിയാണ്. ഉച്ചയ്ക്ക് കഴിക്കാൻ സമയമായി. ചെറിയ ഗ്ലാസ്സിൽ എത്ര രൂപ എന്തോ. കുടിച്ചു നോക്കട്ടെ ഞാൻ. കഴിക്കണു. പാലിന്റെ ചെവ എന്തെന്നൊക്കെ. കുഴപ്പമില്ല. കണ്ണൂടച്ചൻ കൂടി. പാല് പിരിഞ്ഞെന്ന് തോന്നുന്നു. എനിക്ക് മതി. 150 രൂപ വെറുതെ കളഞ്ഞ കേട്ടോ. ഞങ്ങൾ 3 പേര് കുടിച്ചില്ല. അത് പാലെല്ലാം കൂടെ എടുത്ത് ഒഴിച്ച് പിരിഞ്ഞെന്ന് തോന്നുന്നു. ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റി. ജ്യൂസ് ഇങ്ങോട്ട് വന്നാൽ കുടിക്കാൻ പാടില്ല. പാലോ വാനില എസൻസ് എന്തൊന്നൊക്കെ വാരിത്തട്ടണുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ പൊളിക്കുമായിരിക്കും. എനിക്ക് തോന്നുന്നു പാല് പിരിഞ്ഞെന്ന് തോന്നണം കേട്ടാ. അവര് കുറച്ച് ഓവറാക്കി കൊളാക്കി കേട്ടോ. ഞാൻ കുടിച്ചില്ല, വേദന കുടിച്ചില്ലായിരുന്നു. കുടിച്ചില്ല. വെറുതെ പൈസ കളഞ്ഞ് സമയവും വേസ്റ്റ്. നമ്മളൊക്കെ കരിഞ്ഞ് നിൽക്കണം. നോക്ക്, ഡ്രൈ ആയി. മനോജ് കുമാർ ഇന്നാരോ കമൻറ്റ് ചെയ്തേക്കുന്നത് ഏട്ടനിട്ട് ചൊറിയണ കാണുമ്പോൾ ഭയങ്കര രസമുണ്ടെന്ന്. പാവം ചൊറിയാൻ മിണ്ടാതിരിക്കും കേട്ടോ എൻ്റെ ഏട്ടൻ. അല്ലേ പൊന്നു? അല്ലേടാ? അത് കള്ളം. ഇത്രയും സമയം ഉണർന്നിരുന്നതാണ് അവള്. മരങ്ങളൊക്കെ കരിഞ്ഞു തുടങ്ങി. നമ്മൾ ഡിസംബറിൽ പോകുമ്പം പച്ചപ്പിൽ നിൽക്കും. മാർച്ച് കഴിയുമ്പം ഇതാണ് അവസ്ഥ. ചൂട് 40 ഡിഗ്രി കണ്ട. ഞങ്ങള് ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് ദാബയിൽ കയറി. കൈസ് പോകുന്ന വഴിക്ക് ഹൽദിറാമിൻ്റെ ഒരു ഷോപ്പുണ്ട്. അവിടെ കയറാന്ന് വെച്ചപ്പോൾ എത്തത്തില്ല. ഏക്ക് ലസ്സി. ചൂട്, അന്യായ ചൂട്. പുഴുങ്ങാൻ വെച്ചിരിക്കും പോലെ ഇരുന്ന് വെന്ത് വരണം. അല്ലേടാ? ഭയങ്കര ചൂട്. നമ്മൾ റൊട്ടിയും പറഞ്ഞു, ഒരു സേവ് ടമാറ്ററും പറഞ്ഞു. പിന്നെ വരുമ്പോൾ കറി ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. ഒരു ലസ്സി പറഞ്ഞു. ചൂട്. അവിടെ കൂളറുണ്ട്, അവിടെ ഇരിക്കാന്ന് പറഞ്ഞു. കൂളറിന്ന് പറഞ്ഞത് ചൂട് കാറ്റ്. നമ്മൾ നേരത്തെ കണ്ടില്ലേ ആ കൂളർ സെറ്റപ്പ് തന്നെ കേട്ടോ ഇവിടെ അല്ല. അവിടെയും കൂളർ ഇരിക്കുകയാണ്. അതെന്തോ വേറെന്തോ. കുടിച്ചോക്ക്. കുടിച്ചപ്പോൾ ഒരു ആശ്വാസമുണ്ട്. ജ്യൂസിന് പകരം ലസ്സിയാണ് നല്ലത്. അയാൾ വേറെന്തോന്നാ കുടിക്കുന്നത്. അതാണ് ഞാൻ ചോദിച്ചത്. എന്തോ ഒരു സാധനം വരുന്നുണ്ട്. ഇവിടെ റൊട്ടി മാത്രം ഭംഗിയുണ്ട്. ചിക്കൻ കറിയുടെ മണം പറഞ്ഞടാ. ചിക്കൻ കറിയുടെ മണം പറഞ്ഞു. നോക്കട്ടെ ദൈവമേ. ഇന്ന് മുതൽ തുടങ്ങിയാണ് നമ്മൾ. സ്ഥിരം കറി. എന്നത്തെ പോലെ കുഴപ്പമില്ല. ജീരകത്തിന്റെ ടേസ്റ്റ് ഒക്കെ അല്ലേ?
സേവ് എന്ന് പറയണ മറ്റേ ഇതാണ് മിക്സ്ചർ പോലത്തെ പൊരി പൊരി. ഫസ്റ്റ് ടൈം പോയപ്പം ഒരിടത്തുനിന്ന് കഴിച്ചു, സൂപ്പറായിരുന്നു. ആ ടേസ്റ്റിനില്ല. ഫുഡ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ തുടങ്ങിയതല്ലേ ഉള്ളൂ. നാളെ മുതൽ പിന്നെ ഇന്നിപ്പോൾ രാവിലെ ഇഡ്ഡലി കഴിച്ചുകൊണ്ട് ഉച്ചയ്ക്ക് ഇതൊക്കെ കഴിച്ച് വല്ലപ്പോഴൊക്കെ നമുക്ക് പ്രശ്നമില്ലല്ലോ. കണ്ടിന്യൂസ് ആകുമ്പോഴാണ് പ്രശ്നം. എനിക്ക് ഫുഡ് മാത്രമാണ് ഇവിടുത്തെ പറ്റാത്തത്. ക്ലൈമറ്റൊക്കെ നമുക്ക് എങ്ങനെയും അഡ്ജസ്റ്റ് ചെയ്യാം. ഫുഡ് ഇനി നാളെ മുതൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഇതാണല്ലോ. 3 നേരവും സെയിം സാധനം കഴിക്കുമ്പോഴാണ്. റൊട്ടി ഓക്കെയാണ്, ഈ കറി എന്തോ ഒരു ഓയിലിൻ്റെ ആണോ മസാലയുടെ ആണോ എന്തോ ഒരു ടേസ്റ്റ് സെറ്റ് ആവുന്നില്ല, അത്രയേ ഉള്ളൂ. അവർ നന്നായിട്ട് തന്നെ കൊണ്ടുതരുന്ന ചൂടോടെ ഉണ്ടാക്കി നമ്മുടെ മുന്നേ വെച്ച് തന്നെ ഉണ്ടാക്കിയൊക്കെ കൊണ്ടുവരും. പക്ഷെ എന്തോ നമുക്ക് അങ്ങോട്ട് പറ്റണില്ല. ഇന്നിപ്പം കുഴപ്പമില്ല. ഇനി നാഗ്പൂർ സ്റ്റേ നാഗ്പൂറാണ്. ഇനി എത്ര സമയം കാണും? ഒരു 3-4 മണിക്കൂർ. നമ്മൾ നിരട്ടുന്നതിന് മുന്നേ റൂം എത്തും. നല്ല ഭംഗിയുണ്ടല്ലേ. അല്ലെങ്കിൽ നമ്മൾ പോകുമ്പോൾ 2 സൈഡും മറ്റേ എന്താണ് കടുക് കൃഷി, മഞ്ഞപ്പൂവായിരിക്കേ. എല്ലാം ഉണങ്ങിയിട്ട് ഇപ്പോൾ ബാമ്പു 2 സൈഡിലും നല്ല ഭംഗിയുണ്ട്. ഞാൻ കാണുന്ന കാഴ്ച നിങ്ങളെ കൂടി കാണിക്കണ്ടേ, അതുകൊണ്ടാണ് കാണിക്കാന്ന് വെച്ചത് കേട്ടോ. നല്ല രസമുണ്ട്. ഓക്കെ, ഈ സൈഡിലും ബാമ്പു, ആ സൈഡിലും ബാമ്പു. പിന്നെ കുറേയൊക്കെ തീ ഇടുന്നുണ്ട് കേട്ടോ അവർ. അതായത് അടുത്ത കൃഷിക്ക് വളമാവും. തീ ഇടുമ്പോൾ അവിടെ ചാമ്പലായിട്ട്, ചാമ്പലം തന്നെ പറയണത്, തിരുവനന്തപുരത്ത് ചാമ്പലാണ് കേട്ടോ. വളമാവും അടുത്ത കൃഷിക്ക്. അങ്ങനെ തീ ഇട്ടിട്ടുമുണ്ട്. പക്ഷെ നല്ല ഭംഗിയുണ്ട് 2 സൈഡും കാണാൻ. നമ്മൾ വാഷ്റൂമിൽ പോകാനായിട്ട് നിർത്തിയതാണേ. അപ്പോൾ നമ്മൾ എപ്പോഴും സ്ഥിരം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ കഴിക്കുന്ന സ്ഥലമാണ്. ഇവിടെ വന്ന് ലഞ്ച് കഴിക്കാൻ നോക്കിയപ്പോൾ ഒത്തിരി ലേറ്റ് ആവും. അതുകൊണ്ട് ഇവിടെ വന്ന് ലഞ്ച് കഴിക്കാൻ. അപ്പോൾ വാഷ്റൂമിലും കയറി ഹൽദിറാംസിലും കയറിയിട്ട് പോകുന്നതിന് ചൂട് ഒരു രക്ഷയില്ല കേട്ടോ, സഹിക്കാൻ പറ്റാത്ത ചൂട്. അപ്പം അതേ വാഷ്റൂമിലൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി ഹൽദിറാംസിൽ കയറി എന്തെന്നാ റസ്മലായി കഴിച്ചിട്ട് പോവാം. എന്താ വേണം അടി നിനക്ക്? റബ്ബടിയൊക്കെ ഉണ്ട് കേട്ടോ. എനിക്കിത് ഈ സാധനം മതി. ഭാഗ്യ ലാസ്റ്റ് പീസ്. അത് വേറെ. ഗുലാബ് ജാമുൻ ഉണ്ടതാ. മാത്രം മതിയല്ല. വേറെയൊക്കെ ആൽമണ്ട് ബാർ പേസ്ട്രി. അതെന്താ ചോക്ലേറ്റ് ആയിരിക്കില്ലേ? एक रसमलाई നോക്കട്ടെ, ഇങ്ങോട്ട് കാണിക്ക്. കഴിച്ചോ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാ? ഏത്? ഒന്നും വേണ്ട. സത്യം പറഞ്ഞാൽ വാഷ്റൂമിൽ പോകുന്നതിനെക്കാട്ടി ഇതായിരുന്നു എൻ്റെ മെയിൻ ആവശ്യം. അത് കണ്ടേ, നമ്മൾ നാഗ്പൂർ NH-ന്ന് ടൗണിലേക്ക് ഇറങ്ങി ഇവിടെ ഒരു റൂം എടുത്തേട്ടോ, സഫേർ ഹോട്ടൽ. റൂം ചെക്ക് ഇൻ ആയി. എന്നിട്ട് ഇതേ നമ്മൾ കുറച്ച് പരിപാടികളുണ്ട്. ഇതുവരെ ക്യാഷ് എടുത്തില്ല കേട്ടോ. ഇനി അങ്ങോട്ട് പോയാൽ ഗൂഗിൾ പേ ഒന്നും ഉണ്ടാവില്ല, ക്യാഷൊക്കെ ആയിരിക്കും. കുഞ്ഞു കുഞ്ഞു കടകളിൽ ചായയൊക്കെ കുടിക്കാൻ കയറുമ്പോഴേ. അപ്പോൾ ക്യാഷ് സത്യം പറഞ്ഞാൽ SBIയിൽ കയറാമെന്ന് പറഞ്ഞ് വന്ന് ഒരൊറ്റ SBI ATM നമ്മുടെ കണ്ണിൽ പെട്ടില്ല കേട്ടോ. ബാക്കി എല്ലാ ATM ഇതും കണ്ടായിരുന്നു, SBI മാത്രം കണ്ടില്ല. ചവിട്ടിയാ? ചാണകമാണോ ഇത്? കുതിരയിലായിരിക്കും. ലൂസ് മോഷനായ ഏതോ ഒരു മൃഗം പോയതാണ് കേട്ടോ. എൻ്റെ ആരുമല്ല, എനിക്ക് ലൂസ് മോഷൻ ഒന്നുമില്ല, ഞാനിപ്പോൾ ഓക്കെയാണ്. ഇങ്ങനെ പൈസ എടുക്കണം. പിന്നെ ചായവാല, നമുക്കവിടെ പോയി ചായ കുടിക്കാമേ. പറഞ്ഞിട്ടുണ്ട്. ചായയൊക്കെ കുടിച്ച് ഒന്ന് ഫ്രഷായി വരാം. നൈറ്റ് എനിക്ക് ഫുഡൊന്നും വേണ്ട, ഞാൻ ഭയങ്കര ഡയറ്റാണ്. ലൂസ് മോഷൻ അടിക്കാണ്ട് ഇപ്രാവശ്യം വീടെത്തണം, അങ്ങനെയൊക്കെയാണ്. റൂമ് കുഴപ്പമില്ല കേട്ടോ. ഇത് ഭയങ്കര ഒരു സിറ്റിയാണ്. ഇവിടെ അടുത്താണ് എയർപോർട്ട്, മെട്രോയാണ് കേട്ടോ. ഈ മുകളിൽ ഈ കാണുന്നത് മെട്രോയാണ്. എയർപോർട്ട്, റെയിൽവേ സ്റ്റേഷൻ എല്ലാം ഉണ്ട്. അപ്പോൾ എല്ലാ ഹോട്ടൽസും അത്യാവശ്യം റേറ്റ് ഉണ്ട്.
ഇവിടെ വലിയ കുഴപ്പമില്ല, കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എന്തായാലും ഇവിടെ തന്നെ അങ്ങ് റൂം എടുത്തേക്കാൻ തന്നെ. പിന്നെയും കുറച്ചുകൂടെ പോകണം സിറ്റിയിലേക്ക്. നമ്മൾ അധികം അങ്ങോട്ട് പോയില്ല. NH ഇറങ്ങിയിട്ട് കുറച്ച് ദൂരം ഇങ്ങ് വന്നില്ലേ, 10 കിലോമീറ്ററോളം വന്നില്ലേ, 10 കിലോമീറ്ററോളം വന്നാണ് ഇവിടെ റൂം എടുത്തത്. പൈസയൊക്കെ എടുത്ത് ചായയൊക്കെ കുടിച്ചിട്ട് പോകാം. ഇത് മഹാരാഷ്ട്രയില്ലേ, ഇവിടുത്തെ സ്പെഷ്യൽ പോഹയാണ്. ഞാൻ വടാപ്പാവ് ഇറങ്ങി. മഹാരാഷ്ട്ര, മുംബൈയൊക്കെ മഹാരാഷ്ട്രയില്ലേ, അപ്പം മുംബൈയിലൊക്കെ സ്പെഷ്യൽ വടാപ്പാവല്ലേ. 3 ചായയും പറഞ്ഞു. ഇവിടെ മോമോസൊക്കെ ശരിക്കും ഉണ്ട്. ബാ, ഇതെന്തോന്ന് വടാപ്പാവ്? ഞാൻ ഉദ്ദേശിച്ച വടാപ്പാവ് ഇങ്ങനെയല്ല. നമ്മളന്ന് ഡൽഹിയിൽ നിന്നൊക്കെ കഴിച്ചില്ലേ? നീ ആ സൈഡിൽ ഇരിക്കാറുണ്ട്. കൊള്ളാം, ഇതൊക്കെ കൊള്ളാം, പാവ് കൊള്ളാം. നമ്മൾ ഉച്ചയ്ക്ക് ചപ്പാത്തി കഴിച്ചപ്പം ഇതുപോലൊരു സാധനം തിന്നു, നല്ലതായിരുന്നു. മിർച്ചി, ഫ്രൈഡ് മിർച്ചി. ഇഷ്ടപ്പെട്ടാ? ചൂട്. എനിക്ക് ഇവരെ ചായ ഇഷ്ടമാണ്. എനിക്ക് കറക്റ്റാണ്. ചേട്ടന് മധുരം കൂടി പോയിരുന്നു. ചൂടുണ്ട്, പതുക്കെ കഴിച്ചിട്ട് കുടിച്ചാൽ മതിയായിരുന്നു. നമ്മളിങ്ങനെ നാഗ്പൂർ സിറ്റി കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുമ്മാ ഒന്ന് അവിടെ ചായ കുടിച്ചിട്ട് നടന്ന്. നല്ല ചൂടുണ്ടേ. ഇപ്പം വെള്ളം ദാഹിക്കണം. അപ്പം തിരിച്ചു പോകുമ്പോൾ ഒരു കോൾഡ് കോഫിയും കൂടെ കുടിച്ചിട്ട് റൂമിൽ പോവാം. ഇനി ഇറങ്ങണ്ടെന്ന് കരുതി. എനിക്ക് ഇനിയൊന്നും വേണ്ട. നീ വല്ലതും കഴിക്കണ? അവിടെ സ്ട്രീറ്റിലൊക്കെ സ്ട്രീറ്റ് ഫുഡ് നോക്ക്. ചിക്കൻ ദം ബിരിയാണി 1 കിലോ 420 രൂപ. ചിക്കൻ ദം ബിരിയാണി, ചൈനീസ് റോള്, പിന്നെന്തോന്ന് കലത്തില് നീമ്പു പാനി എന്തോന്നാണ്? ലൈം ജ്യൂസും മോര്. വേണ്ട, ഇവിടുത്തെ മോരൊക്കെ ചിലപ്പം. ഇത് ചായക്കട, ഫാസ്റ്റ് ഫുഡ്, ബർഗർ. നോക്ക്, കലം, വെള്ളം വെക്കണ കലമാണ് കേട്ടോ. സ്റ്റാൻഡ് നോക്ക് ഇങ്ങനെ വച്ചിട്ടേ അതിന്റെ മുകളിൽ വെക്കാം. പൂജ സ്റ്റാൻഡ്, വലിയ കലങ്ങളാട്ടോ. അപ്പം നോക്ക്, കുടുക്ക നോക്ക്, വലിയ കലമല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇതാണ് രാജസ്ഥാനിയുള്ള വീടുകളുടെ ഫ്രണ്ടിലൊക്കെ. നോക്ക്, കുടുക്കോക്ക്. എനിക്കൊക്കെ വയ്യ, കുനിയാ വയ്യ. വേണ്ട, അങ്ങനെ പൊട്ടണമെങ്കിൽ നമ്മൾ പൈസ കൊണ്ട് കൊടുത്തിട്ടാണ്. എന്നാൽ അറിഞ്ഞൂടെ, ഭാഷ അറിഞ്ഞൂടെ, അവരെല്ലാം വിളിച്ച് പറയും. ഇനി ഒന്നുമില്ല കേട്ടോ. അവിടെ നിന്നൊരു കോൾഡ് കോഫി കുടിച്ചിട്ട് റൂമിൽ പോയി വീഡിയോ എഡിറ്റ് ചെയ്യുക, ഉറങ്ങുക, ഇത്ര തന്നെ ഇന്നത്തെ പരിപാടി. നൈറ്റ് ഫുഡൊന്നും കഴിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഇപ്പോൾ നാഗ്പൂരാണുള്ളത്. Day 3 നാഗ്പൂർ. അത് കഴിഞ്ഞ് നാളെ Day 4 നമ്മൾ ജാൻസിയോ അവിടെ എവിടെയെങ്കിലും ആയിരിക്കും സ്റ്റേ. അപ്പോൾ നാളത്തെ Day 4 വിശേഷമായിട്ട് കാണാം. അതുവരേക്കും